യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമാണ് കാണാൻ കഴിഞ്ഞത്. 2 മണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തം തള്ളും ഉണ്ടായി. പോലീസിന്റെ ലാത്തി വാങ്ങിയും ഷീൽഡ് അടിച്ച് തകർത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും സംഘർഷഭരിതമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകടനങ്ങൾ. പോലീസുമായി ഏറെ നേരം ഉന്തം തള്ളും ഉണ്ടായ സാഹചര്യം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ അധ്യക്ഷൻ MLA കൂടിയ ഷാഫി പറമ്പിൽ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. വി.ഡി. സതീശൻ പ്രസംഗിച്ച് മടങ്ങിയ ശേഷമായിരുന്നു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പോലീസ് സംയമനം പാലിച്ചു. പിന്നീട് പ്രതിഷേധം പിടിവിട്ടു പോകുന്ന ഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചും ഇടയ്ക്കിടെ ലാത്തി വീശിയും പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുത്തു. പലയിടങ്ങളിലായി സെക്രട്ടേറിയറ്റിന്റെ ഭാഗങ്ങളിൽ പ്രവർത്തകർ മാറി നിൽക്കുകയും തങ്ങി നിൽക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തേക്ക് വരുന്ന കാഴ്ചകൾ പല നിമിഷങ്ങളിൽ കണ്ട് പോലീസുമായി ഉന്തം തള്ളും ഏറ്റുമുട്ടലുമൊക്കെ ആവർത്തിച്ച ഘട്ടത്തിൽ വി.ഡി. സതീശൻ വീണ്ടും സ്ഥലത്തെത്തി പ്രവർത്തകരെ മോചിപ്പിച്ചു. വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ സ്ഥലത്തെത്തി മോചിപ്പിച്ചു. അങ്ങനെ നാടകീയമായ ഒട്ടനവധി സംഭവങ്ങൾക്കാണ് സെക്രട്ടേറിയറ്റിന്റെ പരിസരം ഇന്ന് 2 മണിക്കൂർ വേദിയായത്. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, സംഘർഷത്തിന് സമ്പൂർണ്ണ അയവ് വന്നു കഴിഞ്ഞോ? പ്രവർത്തകരൊക്കെ മടങ്ങിയോ? പോലീസ് നേരത്തെ നിലയുറപ്പിച്ച അത്രയുമുള്ള പോലീസ് ഇപ്പോഴുമുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? പ്രതീക്ഷ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ഗേറ്റിന് മുന്നിലെ പ്രതിഷേധം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഇവിടുത്തെ പോലീസുകാരെ അടക്കം മാറ്റുകയാണ്. പക്ഷേ ഇവിടെ തിരുവനന്തപുരം DCCയുടെ മുന്നിൽ സംഘർഷം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രശാന്ത് കൃഷ്ണ അവിടേക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് അവിടെ നിന്നും പോയിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാൻ കഴിയും നമുക്ക്. അവിടെയും സംഘർഷം വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പ്രകോപന കാരണമെന്നറിയില്ല. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണുള്ളത്. ബാക്കി പോലീസുകാരെ അടക്കം സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ സ്ഥലം കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും എത്രത്തോളം വലിയ സംഘർഷമാണ് ഇവിടെ നടന്നത് എന്നുള്ളതും. സമീപകാലത്ത് ഏതെങ്കിലും ഒരു സമരം കഴിഞ്ഞ ശേഷം ഇത്ര അവശരായ പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രകോപനം പ്രതിരോധിക്കാൻ ഉള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആ പോലീസുകാർക്ക് പല ആളുകൾക്കും പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. പല ആളുകൾക്കും ലാത്തി ചാർജിന് മുമ്പ് തന്നെ പോലീസുകാർക്ക് പട്ടികയ്ക്കുള്ള അടി കിട്ടുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടോ പോലീസ് ആ സമയത്ത് പോലും സംയമനം പാലിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പോലീസിന്റെ ജലപീരങ്കി വാഹനം വരുണാണ് എൻ്റെ ഈ മുന്നിൽ കാണുന്നത്. ആ വരുണിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലും ചെരുപ്പുകളും വടികളും മറ്റുമൊക്കെ നമുക്ക് അതിൻ്റെ താഴെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കാണാൻ കഴിയും. അതിനുശേഷം പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി നടത്തി. ജലപീരങ്കിയിൽ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർക്ക് നേരെ വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ ലാത്തി ചാർജ് ഉണ്ടായി. ലാത്തി ചാർജിന് ശേഷം 2 ഭാഗത്തേക്കായി പ്രവർത്തകർ പിരിഞ്ഞു. പക്ഷേ ആ പ്രവർത്തകർ അവിടെ 2 ഭാഗത്തായി മാറി നിന്ന് അവിടെ സംഘർഷം ഉണ്ടാകുന്നതാണ് കണ്ടത്. അവിടെയും പോലീസിന് പല സമയത്തായി മർദ്ദനമേൽക്കേണ്ടി വന്നു. അതിനുശേഷം ഈ രാഹുൽ അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റ് അവരെ കൊണ്ടുപോകാനൊരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നിൽക്കാനൊരു ശ്രമമുണ്ടായി. അപ്പോൾ ആ പ്രവർത്തകരെ വാഹനത്തിൽ കയറി പ്രവർത്തകർ മോചിപ്പിച്ചു. അതിനുശേഷമാണ് കുറച്ച് പ്രവർത്തകർ ഇവിടെ നിന്നും മടങ്ങിയത്. അതിനുശേഷവും ഇവിടെ വീണ നായരും അതോടൊപ്പം തന്നെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവും അടക്കമുള്ളവർ സ്റ്റാച്യു ടവറിനുള്ളിൽ ഉണ്ടായിരുന്നു. നസിയ മുണ്ടപ്പള്ളി കഴിഞ്ഞ ദിവസം ലാത്തിചാർജിൽ മൂക്കിന് പരിക്കേറ്റ ഒരു KSU പ്രവർത്തകയുണ്ട്. നസിയയും വീണയും അടക്കമുള്ളവർ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്റ്റാച്യു ടവറിന് മുകളിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അവർക്ക് പരിക്കേറ്റിരുന്നു. അതിനാൽ തന്നെ അവർ അവിടേക്ക് വിശ്രമിക്കാനായി കയറി. പോലീസ് പക്ഷേ അവിടെ കയറി അവരെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കം നടത്തി. വീണ്ടും സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന് ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തി. ഈ വീണയെയും അതോടൊപ്പം തന്നെ വീണയ്ക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ് അവരെ അവിടെ നിന്നും ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഇവിടുത്തെ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ കയറി അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. അവരെ ഇറക്കിക്കൊണ്ട് വരുന്നതിനിടയിൽ കെട്ടിടത്തിൽ നിന്നും ഇറക്കിക്കൊണ്ട് വരുന്നതിനിടയിൽ അവിടേക്ക് കയറി അവിടെ നിന്നും ഈ പ്രവർത്തകരെ മോചിപ്പിച്ച് പ്രതിപക്ഷ നേതാവിന്റെ സർക്കാർ വാഹനത്തിൽ 27-ാം നമ്പർ വാഹനത്തിൽ ഇവിടെ നിന്നും മാറ്റി. ആ പ്രതിപക്ഷ നേതാവ് അപ്പോഴും ഇവിടെ തുടർന്നു. വാഹനം മടങ്ങിയപ്പോഴും പ്രതിപക്ഷ നേതാവ് അവർക്കൊപ്പം പോയില്ല. ആ വാഹനത്തിലാണ് ഇവിടെ നിന്നും പ്രവർത്തകരെ മോചിപ്പിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന് ഒപ്പം പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞുപോയി. വലിയ തോതിലുള്ള സംഘർഷമുണ്ടായതിന്റെ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് എത്തി. രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും ഹരിതാബാബുവും അടക്കമുള്ള നേതാക്കൾ പലവട്ടം ഒരു സമാധാന ശ്രമം നടത്തിയിട്ടും പ്രവർത്തകരോട് പല നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പിരിഞ്ഞു പോകാൻ അവരാരും തയ്യാറായിരുന്നില്ല. കൂടുതൽ പ്രകോപിതരാകുന്നതാണ് കണ്ടത്. കല്ലെറിയരുത് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഈ നേതാക്കന്മാർ പ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. പക്ഷേ പ്രവർത്തകർ അത് വകവച്ചതേയില്ല എന്ന് മാത്രമല്ല
മാത്രമല്ല പോലീസുകാർക്ക് നേരെയും മാധ്യമപ്രവർത്തകരടക്കം നിന്ന ഭാഗത്തേക്കും അടക്കം കല്ലേറുണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പല ആളുകളെയും ഇവിടുന്ന് ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നത് കാണാം. ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. പരിക്കേറ്റ പ്രവർത്തകരെ പോലീസിന്റെ വാഹനത്തിൽ മാറ്റാനൊരു നീക്കം ആദ്യഘട്ടത്തിലുണ്ടായി. പക്ഷേ അതിനെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിച്ചു. ആ വാഹനത്തിൽ നിന്നും ഇറക്കി മറ്റൊരു ആംബുലൻസ് എത്തി. യൂത്ത് കോൺഗ്രസുകാർ വിളിച്ച ഒരു ആംബുലൻസ് എത്തി. ആ ആംബുലൻസിലാണ് പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റിയത്. ഇവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടുള്ള എസിമാരുണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർമാരുണ്ട്. അതോടൊപ്പം തന്നെ DCP അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ജിബിൻ കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, സമീപകാലത്തൊന്നും ഇവിടെ കാണാത്ത വിധത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. സാധാരണ നിലയിൽ പോലീസ് ഇങ്ങനെ സംയമനം പാലിക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേ ഇന്ന് പോലീസ് ഒരുപാട് അടി വാങ്ങിയില്ലേ? ഇത്രയും സംയമനം പാലിക്കുന്ന തരത്തിൽ പോലീസിനെ നമ്മൾ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അക്രമാസക്തരായാണ് ആദ്യമേ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. പ്രസ് ക്ലബിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാർച്ച് അക്രമാസക്തമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സ്ഥാപിച്ചിരുന്ന നവകേരള സദസ്സിന്റെ ഒക്കെ തന്നെ ഫ്ലെക്സുകളെല്ലാം തകർത്തുകൊണ്ടാണ് പ്രവർത്തകരൊക്കെ തന്നെ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിയത്. തുടർന്ന് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെ VD സതീഷിന്റെയൊക്കെ പ്രസംഗത്തിന്റെ സമയത്ത് മാത്രമാണ് പ്രവർത്തകർ ശാന്തമായിരുന്നത്. ഷാഫി പറമ്പലിന്റെ പ്രസംഗം പകുതിയോടെ എത്തിയപ്പോഴേക്കും തന്നെ പ്രവർത്തകരൊക്കെ തന്നെ പോലീസിന് നേരെ തിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സെക്രട്ടറിന്റെ ഗേറ്റിനുള്ളിൽ നിന്ന് പോലീസിന്റെയൊക്കെ തന്നെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് ഇവർ പോലീസിനെ മർദ്ദിച്ചത്. പോലീസിന്റെ കയ്യിലിരുന്ന ഷീൽഡ് ഉൾപ്പെടെ പട്ടിയെല്ലും ലാത്തിയും മറ്റ് മുള പോലത്തെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകർ തകർക്കുകയും പോലീസിന്റെ കൈക്കൊക്കെ തന്നെ ആദ്യമേ തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ആദ്യ റൗണ്ട് ജലപീരങ്കിക്ക് ശേഷം പോലീസ് ലാത്തി വീശിയെങ്കിലും പ്രവർത്തകർ ഒന്നും തന്നെ പിരിഞ്ഞു പോയില്ല. പൂർവാധികം ശക്തിയോടുകൂടി പ്രവർത്തകർ തിരിച്ചെത്തിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷമാണ് പ്രവർത്തകർ രണ്ടാം റൗണ്ട് ലാത്തി ചാർജിനും ജലപീരങ്കിക്ക് ശേഷം വീണ്ടും ശക്തി പ്രാപിച്ചെത്തുന്ന പ്രവർത്തകരെയാണ് നമുക്ക്. പോലീസ് ഒരുപക്ഷെ പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ, സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് പോകാൻ ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ അത് വിജയിച്ചേനെ. കാരണം പോലീസിനെ കൊണ്ട് അത് തടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പ്രവർത്തകരെ ചാടാത്തത് കൊണ്ട് മാത്രം അകത്തേക്ക് പോയില്ല എന്നുള്ളൊരു നിലയിലായിരുന്നില്ല കാര്യങ്ങൾ. അത് തന്നെയാണ് അമൽ. പ്രവർത്തകർ അകത്തേക്ക് കടന്നു കയറുന്നെങ്കിൽ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പോലീസ് വെളിയിൽ നിന്ന് പോലീസിനെ ആക്രമിച്ച പ്രവർത്തകർ ഈ പോലീസിനെ സംരക്ഷിക്കുന്നതിന് പോലും അകത്ത് മറ്റൊരു പോലീസ് അവർക്ക് സഹായത്തിനെത്താനോ അവരുടെ കയ്യിൽ ഒരു ഷീൽഡ് ഏൽപ്പിക്കാനോ പുതിയൊരു ലാത്തി കൊണ്ടുകൊടുക്കാനോ പോലും അകത്ത് മറ്റൊരു പോലീസ് ഇല്ലായിരുന്നു എന്ന് പറയാം. നമ്മൾ ആ സമയത്തുള്ള ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ ഒരു 4-5 പോലീസ് മാത്രമാണ് ഈ ഒരു ഫ്രണ്ടിലത്തെ ഗേറ്റിന് മുന്നിൽ അകത്ത് നിന്നുകൊണ്ട് ഈ പ്രവർത്തകരെയൊക്കെ തന്നെ നേരിട്ടത്. ഇവർക്കൊക്കെ തന്നെ പരിക്കേറ്റിട്ട് പോലും ഈ പോലീസുകാർ ആരും തന്നെ പിരിഞ്ഞു പോവാതെയാണ് ഈ ഒരു ആക്രമികളെ നേരിട്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ സംഘർഷം ഏകദേശം 1 മണിക്ക് തുടങ്ങിയ അടി അവസാനിച്ചത് ഒരു 2:40 സമയം നോക്കുമ്പോൾ. കാരണം അപ്പോഴാണ് VD സതീശൻ പ്രവർത്തകരുമായി ഇവിടെ നിന്നും പാളയം ഭാഗത്തേക്ക് പോയത്. പക്ഷേ ആ 2:45 അവസാനിച്ച പ്രതിഷേധം സംഘർഷം ഇപ്പോൾ തൊട്ടുതാഴെ ബേക്കറി ജംഗ്ഷനിൽ DCCയുടെ അവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ സംഘർഷമാണെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടേക്ക് കൂടുതൽ പോലീസുകാരും പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തകരുമായി കടന്നു പോയത് DCC ഓഫീസിന്റെ മുൻവശത്തേക്കായിരുന്നു. അവിടെയാണ് പുതിയ സംഘർഷ കേന്ദ്രം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.